അസ്ത്രം എന്ന് പറയുന്ന യുദ്ധത്തിലൊക്കെ നമ്മുടെ ശ്രീരാമനൊക്കെ ഉപയോഗിച്ച സാധനമല്ലേ, അത് കറിയാന്നോ? അപ്പം അപ്പോഴാണ് ആ ഒരു മൊമെന്റാണ് എനിക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവം ഫണ്ണി ഫാക്ട് ഇതിലുണ്ടല്ലേ. അപ്പൊ വീഡിയോ എടുക്കണോ? ആയിട്ടോ അങ്ങ് എടുത്തേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇനി അതിനായിട്ട് പാടാം. എല്ലാവരും മേടിക്കും ഇതെന്താ ഇങ്ങനെ വേഷമൊക്കെ കെട്ടി വന്ന് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ. ഏതായാലും എന്നെയൊക്കെ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ കൊള്ളില്ല. എല്ലാവരും പറയും അപ്പം പിന്നെ എന്തോ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കെട്ടി ഒരുങ്ങിയാണോ വരുന്നത് എന്നൊന്നും ചോദിക്കില്ല. കാര്യം എന്നെ ഒന്നും ഇച്ചിരി പ്രസൻറ്റബിൾ ആവണ്ടായോ നമ്മുടെ വീഡിയോ ഒന്ന് കാണണമെങ്കിൽ പോലും. ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം ഞാൻ ഒരുങ്ങി, എന്നാൽ പിന്നെ ഒരു വീഡിയോയും കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഒരു മണിക്ക് രണ്ടു പക്ഷി എന്ന് പറയുന്ന പോലെ. അങ്ങനെയാണ്. അങ്ങനെയുണ്ട് സാരികളാവോ? ഇപ്പോഴത്തെ കല്യാണി കോട്ടൺ സാരിയില്ലേ, ഭയങ്കര ഇഷ്ടമാണ് കോട്ടൺ സാരി. ഇപ്പം ചൂടത്ത് നല്ലതല്ലേ, ഇഷ്ടമായോ എല്ലാവർക്കും? ഞാൻ പറഞ്ഞോ അത് വാങ്ങിയതാ. ഇപ്പോൾ ഒരു ഹൗസ് വാമിങ് ഫംഗ്ഷൻ ഉണ്ട് ഒരു കസിൻ്റെ വീട്ടിൽ, അപ്പോൾ അതിന് പോകാൻ വേണ്ടി പൂവൊക്കെ ഏട്ടൻ പൂവൊക്കെ വാങ്ങിച്ചത് കേട്ടോ. അന്നത്തെ പരാതിയൊക്കെ മാറി പൂവൊക്കെ നിറച്ച് വാങ്ങിച്ചിട്ട് പിന്നെ എല്ലാവർക്കും എൻ്റെ കുപ്പിവെള്ളയും വലിയ ഇഷ്ടമല്ലേ, ഇന്ന് കുപ്പിവെള്ളയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് പറയാം. അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ കാര്യം പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസ്ത്രം വീഡിയോ, ഞാനൊരു അസ്ത്രം വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ, ഒണ്ണാട്ടുകരയുടെ അസ്ത്രം എന്നും പറഞ്ഞു. ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റ്, നിങ്ങൾ തന്നെ വേണമെങ്കിലും ഒന്ന് പോയി നോക്കിക്കോ, ഞാൻ വെറുതെ ആണോ പറയുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചോദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം എല്ലാവരും ചോദിച്ചിരിക്കും, നമ്മുടെ രത്നം ചേച്ചി, കായംകുളത്തുള്ളതാണ്, ചേച്ചിയെ പലർക്കും അറിയായിരിക്കും. ചേച്ചി എന്നോട് എന്നിട്ട് അത് ചോദിച്ചിരിക്കുന്നു, ചേച്ചി ആ വീഡിയോ 2 പ്രാവശ്യം കണ്ടു, എന്നിട്ടും അതിൽ കഞ്ഞി സദ്യ എങ്ങനെയാണ് നടത്തുന്നത്. നമ്മുടെ അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ, മറ്റേ ദേവി വീട്ടിലൊക്കെ വരുന്നത്, നമ്മുടെ കരയെ വരുന്ന ഒരു വീഡിയോ ഇല്ലേ, അതിനകത്തെ അമ്മ റോഡിൽ പോയി നിൽക്കുന്നു, എന്നിട്ട് ആ മുമ്പിലോട്ടൊരു വഴിയുണ്ട്, നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വഴിയുണ്ട്, ആ വഴി കൂടെ ദേവി ഇങ്ങനെ പോകുന്നു, അമ്മ നോക്കി നിൽക്കുന്നു. ഞാൻ ആ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട്, ആ വീട്ടില് ഒരു കഞ്ഞി സദ്യയുണ്ട്, ദേവി കഞ്ഞി കുടിക്കാൻ പോവാണ്, നമുക്ക് ഇനി അവിടെ പോയി കഞ്ഞി കുടിക്കണം, അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ കഞ്ഞിയുടെ കൂട്ടത്തിൽ കൊടുക്കുന്നതാണ് കഞ്ഞി, അസ്ത്രം, കടുമാങ്ങ, പപ്പടം, അതുപോലെ മുതിര. അതുപോലെ ആ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ ആ വീഡിയോ കൊണ്ടുപോയത്. ഇത് നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ വിളിക്കണമെന്നൊന്നുമില്ല, ദേവിയുടെ പ്രസാദമായതുകൊണ്ട് എല്ലാവർക്കും പോയി കഴിക്കാം. എല്ലാവരും ഒന്നും വിളിക്കത്തൊന്നുമില്ല, നമ്മൾ ആരും. ഇപ്പം ഞാനൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അടുത്തൊക്കെ അറിയാവുന്നിടത്തൊക്കെ പോയി കഴിക്കും. അങ്ങനെ അതാ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് തന്നെ. ഒരാൾ വന്നാൽ നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. മറ്റേ ചുട്ടുകുളങ്ങര ഇലയൊക്കെ, കുതിര ചുവട്ടിൽ മുതിര, അതൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ. അതുപോലെ വേറെ കുറേ കമൻറ്റ് അതിൽ വന്ന് ഞാൻ പിന്നെ വിചാരിച്ചു, അയ്യോ കഷ്ടമായി പോയല്ലോ, ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നൊക്കെ വെച്ചു. ഒന്നാമത് എനിക്കൊക്കെ റീച്ച് കുറവ്. അപ്പം നമ്മളൊരു 10 മിനിറ്റ്സിൽ, ഞാൻ മാക്സിമം ഒരു 8 to 9 മിനിറ്റ്സ് എൻ്റെ എത്ര വലിയ കണ്ടന്റ് ആണെങ്കിലും അത് ഒതുക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതലൊന്നും എനിക്ക് കാണില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ പലതും നിങ്ങൾക്ക് കണക്റ്റ് ആവത്തില്ല. നോർമലി ഒരു വീഡിയോ ആ ഒരു ഇതല്ല ഇതിന് വരുന്നത്. അപ്പം അതിലെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ കുറേ മാങ്ങ അരിയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നത്, അയ്യോ ഇത്രയും മാങ്ങ ഇടുമ്പോൾ ആ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങ എന്ന് പറയുന്നത് അതിന് പുളിക്ക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. മാങ്ങ അവിടെ അരിയുന്നത് ഞാൻ സ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് അപ്പോഴേ ഇട്ട മാങ്ങ അരിഞ്ഞിടുന്ന കടുമാങ്ങ നമ്മൾ സ്പെഷ്യലി പറയുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ കംപ്ലീറ്റ് അവിടെ ഇവിടെയും കണ്ടിട്ട് എനിക്ക് ആ കമൻറ്റ് വന്നത്. ഇത് തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാവരും തിരക്കുള്ളവരെ നമുക്ക് ആരെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു കുറ്റം പറയുമല്ലോ കേട്ടോ. പക്ഷെ എനിക്ക് പറയാനുള്ളതൂടെ പറയണ്ട. ഒരാൾ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇവരൊന്നും പറയുന്നുമില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എത്രയായാലും 1 മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടി മെനക്കെട്ട സമയം ഉണ്ടാക്കിയ വീഡിയോ കാണുന്നവരുടെ ആ ഒരു നമ്മൾ നിരസിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളൊന്നും വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അതിന് പുളിക്ക് വേണ്ടി മാത്രമാണ് മാങ്ങ ചേർക്കുന്നത്. അത്രയും സാധനത്തിന് ഇപ്പം അതിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി പ്രത്യേക ഒരു അളവ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കുക്ക് ചെയ്യുന്ന ലേഡീസ് ആകുമ്പോൾ അവർക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനത്തിന് ഇതിന് എത്ര പുളി വരും എന്തൊക്കെയുള്ളത് അവരവരുടെ ചോയ്സ് കേട്ടോ. അപ്പോൾ അതിന് മാങ്ങ ചേർക്കാം. മാങ്ങ ചേർത്തിട്ട് അത് പുളി അതായിട്ടില്ലെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ തൈര് ചേർക്കുന്നത്. അത് ഞാൻ പറയുന്നുണ്ട്. ആ കടുക് വറക്കുന്നത് അതാ വീഡിയോയിൽ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട് അതിന് മൊത്തത്തിൽ. പക്ഷേങ്കിൽ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്കത് പിടികിട്ടില്ല കേട്ടോ. രണ്ടാമത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു നമ്മുടെ ഓണാട്ടുകരയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ശരിയാണ്, ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന അസ്ത്രത്തിൻ്റെ ടേസ്റ്റ് ഇതേ അല്ല. അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കാര്യം ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളതിൽ ചുമന്നുള്ളിയും തേങ്ങയും അതുപോലെ അതിനകത്ത് ജീരകവും, ചെറിയ ജീരകമൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മാത്രമേ നമ്മൾ അരയ്ക്കത്തുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചടങ്ങിലാവുമ്പോഴാണ് ഇവരതിൽ വെളുത്തുള്ളി, ഉലുവ, കുരുമുളക് ഇതൊക്കെ ചേരുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പ്രോപ്പർ ഇതിൽ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നൊന്നും ഇതല്ല. ശരിയാണ്, ഇതല്ല, ഞാനത് പറഞ്ഞിട്ടുമുണ്ട്.
പിന്നെ ഇങ്ങനെ ഇത്രയും പച്ചക്കറികളൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇപ്പം അതുകൊണ്ട് തന്നെ ഈ അവിടുന്ന് നമ്മൾ അപ്പം കഴിക്കുന്ന അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആക്കാതെ കാര്യം അത് ഒരു 7-8 മണിക്കൂർ ഓടിൻ്റെ ഉരുളിക്കകത്തും അത് വിറകടുപ്പില് കണ്ടിന്യൂസ് കിടന്ന് ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഉണ്ടാവുന്ന. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയല്ലേ. പകരം നമ്മൾ കുക്കറിനകത്ത് ഒരു 5 മിനിറ്റ് ഉണ്ടാവുന്നൊക്കെ അറിയാം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. കുക്കറിൽ ഇപ്പം നമുക്ക് വീട്ടില് പണ്ടൊക്കെ നാട്ടിലാകുമ്പോൾ നാട്ടിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ, അതായത് നമുക്ക് കാച്ചിലെങ്കിൽ കാച്ചിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടം കാച്ചിൽ കൊണ്ട് മാത്രം വസ്ത്രം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് നല്ല രസം. അതുകൊണ്ട് ഈ ചക്ക ചേർക്കുന്നതെന്ന് പറയുമ്പം അതിനകത്തൊരു കൊഴുപ്പ് വരാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾക്കാണ് ഇങ്ങനെ കൈ കിട്ടുന്ന പച്ചക്കറികളെല്ലാം മാറിയിടുന്നത്. മറ്റേത് വെള്ളരിക്ക ചക്കക്കുരു, അതൊരു നല്ല കോമ്പിനേഷനാണ്. ഇങ്ങനെ പല പല നമുക്ക് ഇഷ്ടമുള്ള സാധനം. നോർമലി വീടുകളിൽ ഈ ക്യാരറ്റ് പടവലങ്ങ ഇതൊന്നും നമ്മൾ വീടുകളിൽ ചേർക്കാറില്ല കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കമന്റ് എനിക്ക് ഉണ്ടായിരുന്നത്, മുതിര ഇതിനകത്ത് ഇടൂല്ലേ, മുതിര ഇടുമ്പോൾ ടേസ്റ്റ് ആക്കി ഇല്ല. നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് ഇത് മുതിര വേറെയാണ്, മുതിര ഇതിനകത്ത് ചേർക്കുന്നുമില്ല. ഞാൻ മുതിര അസ്ത്രത്തിനകത്ത് ചേർക്കത്തേ ഇല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കല്ലേ. അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലൊരു രസകരമായിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ അസ്ത്രം എന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി വന്നു, അപ്പോൾ ഉണ്ട് ഇവിടെ കഴിക്കാനുള്ള ഒരു സാധനം. സംഭവം ശരിയാട്ടോ, അതൊരു ഫണ്ണി കമന്റ്, ഒരാളൊരു ചുമ്മാതൊരു ഇതിനു വേണ്ടി ഇട്ട കമന്റ് ഒന്നുമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡൽഹിയിലായിരുന്നപ്പം എനിക്കൊരു ഫ്രണ്ട്, അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇന്നെന്താ, അല്ല അത് ചോദിച്ചു എന്നോട് എന്തായിരുന്നു കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞു, ഇന്നെന്തായിരുന്നു, ഞാൻ പറഞ്ഞു അസ്ത്രം. അപ്പോൾ അത് ആ ഫ്രണ്ട് എന്നോട് പെട്ടെന്ന് ചോദിച്ചു എന്താണെന്ന് അറിയാമോ, അസ്ത്രം എന്ന് പറയുന്നത് യുദ്ധത്തിലൊക്കെ നമ്മുടെ ശ്രീരാമനൊക്കെ ഉപയോഗിച്ച സാധനമല്ലേ, അത് കറിയാന്നോ. അപ്പം അപ്പോഴാണ് ആ ഒരു മൊമെന്റാണ് എനിക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവം ഫണ്ണി ഫാക്ട് ഇതിലുണ്ടില്ലേ. ഈ നമുക്കൊക്കെ നമ്മൾ കുഞ്ഞിലേ തൊട്ട് കേൾക്കുന്നുണ്ട്, നമുക്കതിൽ അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പൊ ആ കമന്റ് ഇട്ടവരും ശരിയാണ്, അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ഇത് യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്ന അസ്ത്രമൊന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ ഒരു കറിയാണ്. അപ്പൊ ഇങ്ങനെ ഈ ഡൗട്ടുകളെല്ലാം ഞാനൊക്കെ പറഞ്ഞു പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ഓരോ കുഞ്ഞ് സംശയം, നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ, അത് നമുക്കൊരു സന്തോഷം കേട്ടോ വായിക്കുന്നത്. പിന്നെ എല്ലാവർക്കും പേഴ്സണലി ഞാൻ റിപ്ലൈ ഇടാറില്ല, കാര്യം അത് ശരിയാ, ഇത്രയും കമന്റിന് റിപ്ലൈ ഇടുന്നത് വലിയ പാട് തന്നെ. അത് കാരണമാണ്. എന്നാലും സ്പെഷ്യലി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒഴിഞ്ഞു മാറുന്നതല്ല കേട്ടോ, ഞാനത് പറയാറുണ്ട്. പക്ഷെ ഇതില് എല്ലാവർക്കും ഓരോരോ ഡൗട്ട്സ് ആണ്. അപ്പൊ വിചാരിച്ചു ഏതായാലും ഒരു വീഡിയോ ചെയ്തേക്കാം, കാണുന്നവർ കാണട്ടെ, ഡൗട്ട് ഉള്ളവർ എന്തായാലും ഇത് കണ്ടിരിക്കും. അപ്പൊ നമുക്ക് വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഏതാണെന്ന് വെച്ചാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വെണ്ടയ്ക്ക, പാവയ്ക്ക, ഇങ്ങനത്തെ സാധനങ്ങൾ അത് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ ഇങ്ങനെയൊന്നും ചേർക്കത്തില്ല. നമ്മൾ അതായത് കാച്ചില്, ചേമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചേമ്പസ്ത്രം നല്ലതാണ് കേട്ടോ. ചേമ്പ്, ചക്ക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, വെള്ളരി, ചക്കക്കുരു ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടാണ് അസ്ത്രം വെക്കുന്നത്. അതിൽ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ലാസ്റ്റില് കൊച്ചുള്ളി, കടുക് വറുത്തി ചേർക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആ വീഡിയോ അതൊരു ചടങ്ങ്, അതൊരു ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു. 25 കിലോ അരി, എനിക്ക് എത്ര കിലോ എന്ന് ഞാൻ ചോദിക്കാൻ വിട്ടു. 25 കിലോ മുതിര എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് വെന്ത് വരുമ്പോൾ ആലോചിച്ച് അത്രയും തേങ്ങ, അതിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും. അപ്പം രത്നം ചേച്ചി സോറി ഞാൻ ചേച്ചിയോട് പേഴ്സണലി അത് പറയാൻ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു കമന്റ് അങ്ങനെ ഇടാൻ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇങ്ങനെ അമ്പലങ്ങളിലും ഉണ്ട് കേട്ടോ, അമ്പലങ്ങളിലും വഴിപാടായിട്ട് നമ്മൾ. അപ്പൊ ഈ മുതിരയൊന്നും കാണത്തില്ല, കഞ്ഞി, അസ്ത്രം, കടുമാങ്ങ, പപ്പടം അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം കാണും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആ മഹാദേവന്റെ ക്ഷേത്രമൊക്കെ, അവിടെയൊക്കെ എല്ലാ മാസവും 1-ാം തീയതി ഉണ്ട് നമുക്ക് അവിടെ. പിന്നെ ഒരിക്കലും അതിൽ വേറൊരു ഇതും കമന്റ് ഉണ്ടായിരുന്നു, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ടേസ്റ്റ് വരും. ശരിയാ, ഒരിക്കലും ആ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വഴിപാടായിട്ട് കിട്ടുന്ന അതിന്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കാണത്തില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇച്ചിരി വലിച്ചു നീട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ശ്രമിച്ചു കേട്ടോ. നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇത്രയും സമയം നിങ്ങൾ സഹിച്ചില്ലേ, അതിന് തന്നെ ഒരുപാട് നന്ദി കേട്ടോ. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ഒരുപാട് നന്ദി.